ഹോളിവുഡിന്റെ ഗ്ലാമർ ലോകത്ത് കോടികൾ വാരിക്കൂട്ടിയ ഒരു സംരംഭകൻ, ELF എന്ന ആഗോള ബ്രാൻഡിന്റെ സഹസ്ഥാപകൻ, മോഡലിംഗിലും ബിസിനസ്സിലും ഒരുപോലെ തിളങ്ങിയ സ്കോട്ട് വിൻസെന്റ് ബോർബ. എന്നാൽ ഇന്ന് അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. തന്റെ കോടികളുടെ സമ്പാദ്യവും ആഡംബര കാറുകളും പ്രശസ്തിയും ഉപേക്ഷിച്ച് സ്കോട്ട് ബോർബ ഇനിയൊരു കത്തോലിക്ക വൈദികൻ. ബെവർലി ഹിൽസിലെ ഓഫീസ്, ആസ്റ്റൺ മാർട്ടിൻ കാറുകൾ, ലോക പ്രശസ്തരായ താരങ്ങൾക്കൊപ്പം പാർട്ടികൾ, ആഡംബരത്തിന്റെ അവസാന വാക്കായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ഒരിക്കൽ ഒരു ഹോളിവുഡ് താരത്തിന് $7000 വജ്ര ഫേഷ്യൽ നൽകി അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിച്ചു. എന്നാൽ ഈ ബാഹ്യമായ തിളക്കത്തിനിടയിലും തന്റെ ഉള്ളിൽ വലിയൊരു ശൂന്യതയുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചിരുന്നത്, പണത്തെയും ആഡംബരങ്ങളെയും ഞാൻ ആരാധിച്ചു, സ്കോട്ട് പറയുന്നു. ഒരു പാർട്ടിക്കിടയിൽ വെച്ചാണ് തന്റെ ജീവിതം അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ദൈവത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച സ്കോട്ട് ഉടൻ തന്നെ തന്റെ വില കൂടിയ കാറുകൾ വിറ്റ് പണം ചാരിറ്റിക്ക് നൽകി. 42-ാം വയസ്സിൽ സെമിനാരിൽ ചേർന്ന അദ്ദേഹം ഈ മെയ് 23-ന് കാലിഫോർണിയയിലെ ഫ്രെസ്നോ രൂപതയിൽ വൈദികനായി അഭിഷിക്തനാകും. 10-ാം വയസ്സിൽ ദൈവം നൽകിയ വിളി സ്വീകരിക്കാൻ താൻ വൈകിപ്പോയെന്നാണ് സ്കോട്ട് ബോർബ പറയുന്നത്. ലോകം നൽകിയ സർവ്വസമ്പത്തിനേക്കാളും താൻ ഇപ്പോൾ സന്തോഷവാനാണെന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു. മറ്റുള്ളവരുടെ ബാഹ്യ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ജീവിതം മാറ്റിവെച്ച സ്കോട്ട് ഇന്ന് തന്റെയും മറ്റുള്ളവരുടെയും ആത്മീയ സൗന്ദര്യത്തിനായി എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു.